നിങ്ങൾ ഈ വാർത്തയൊന്ന് കേൾക്കും. ഞാൻ അപ്പോഴത്തേക്ക് ഡ്രസ്സൊന്ന് മാറട്ടെ. നല്ലത് 4 പറയാനുണ്ട്, പക്ഷെ ഇതുകൊണ്ട് പറ്റൂല. അപ്പൊ നിങ്ങൾ കേക്ക്. ഏപ്രിൽ 19 തൃക്കുന്നപ്പുഴ പാനൂർ സ്വദേശി അബ്ദുൾ നാസറിന്റെ മകൾ ഫാത്തിമയും പുന്നപ്ര സ്വദേശി മുഹമ്മദ് നൌഫലുമായുള്ള വിവാഹം കഴിഞ്ഞ 28 രാത്രിയിലാണ് പാനൂരിലെ വീട്ടിൽ ഫാത്തിമ തൂങ്ങി മരിച്ചത്. ഭർത്താവ് മുഹമ്മദ് ഇത് എന്റെ നാട്ടിൽ നടന്നതാണ്. എന്റെ നടന്നു പറഞ്ഞാൽ എന്റെ ഉമ്മയുടെ വീടിനടുത്ത് നടന്നതാണ്. അപ്പം കുറച്ച് വൈകാരികമായിട്ട് തന്നെ പ്രതികരിക്കുകയാണ്. ഇനി സോഷ്യൽ മീഡിയയിൽ ഞാൻ ഇതുവരെ കേൾക്കാത്തൊരു കഥയും കൂടെ ഞാൻ ഇതിന്റെ കൂടെ പറഞ്ഞുതരാം. പെരുന്നാളിന്റെ അന്നത്തെ ദിവസം ഇവൻ പെരുന്നാപ്പൊടിയായിട്ട് വരുന്നുണ്ട്. ഒരു ചടങ്ങാണ്. ഈ ചടങ്ങൊക്കെ ഉണ്ടാക്കി വെച്ച കാരണവന്മാർക്കുള്ളത് ഞാൻ തരുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇവൻ 10,000 രൂപ ഡ്രസ്സോ എന്തൊക്കെയായിട്ട് വരുന്നു. അപ്പൊ തിരിച്ചെന്തോ കൊടുക്കണം. അതാണല്ലോ ഈ ചടങ്ങ് ഉണ്ടാക്കിയവരും ഞാൻ പറയുന്നില്ല. അപ്പൊ ഇവൻ പ്രതീക്ഷ തിരിച്ചു കിട്ടിയില്ല. അപ്പൊ ഇവൻ അത് കൊണ്ടുപോകാതെ തിരിച്ചവിടെ വെച്ചിട്ടാ പോയത്. പിന്നെ ഈ കൊച്ചിന്റെ ഫോണിലോട്ട് ഇവന്റെ ഫോൺ കോൾ മാത്രമാണ്. ഇവന് ഫോൺ കോൾ വരുന്ന മുമ്പ് പോകുന്നു. പിന്നെ രാത്രി കേൾക്കുന്നത് ഈ പെൺകുട്ടി മരിക്കുന്നതാണ്. ജന്മം കൊണ്ടാണായവനെ, നിനക്ക് പൈസയും സ്വർണ്ണമാണ് വേണമെങ്കിൽ വാർക്കപ്പണിക്ക് പോടാ. സ്വന്തമായിട്ട് സ്ഥാപനം ഉണ്ടെന്ന് പറഞ്ഞു പറ്റിച്ച് കല്യാണവും കഴിച്ചിട്ട് 11.5 ലക്ഷം രൂപയുടെ മുതലല്ലേടാ നീ 2 മാസം മുമ്പ് കൊണ്ടുപോയി തിന്നത്. നീ അത് ഉണ്ടാക്കിയെടുക്കണം. നീ എത്ര കാലം വല്ലോന്റെ കടയിൽ പോയി പണിയെടുക്കണോടാ. എന്നിട്ട് ഔദാര്യം കിട്ടിയ മുതൽ കൊണ്ടുപോയി ഒരച്ചു നോക്കി. ഞാൻ പറയുന്നില്ല, നിങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ അറിഞ്ഞു. വെറും 39 ദിവസം കൊണ്ടാണ് ഈ പാവപ്പെട്ട ഈ കുട്ടി സൂയിസൈഡ് ചെയ്തത്. വിവാഹം കഴിഞ്ഞിട്ട് ജാതി അധിക്ഷേപം, മുടി കുറഞ്ഞതിന് അധിക്ഷേപം, സ്ത്രീധനം പിന്നെ പറയണ്ടല്ലോ, നമ്മുടെ നാട്ടിൽ പതിവാണല്ലോ. എന്നിട്ട് അത് കൊണ്ടുപോയി ഒരച്ചു നോക്കി. ഞാൻ ആ കുഞ്ഞിന്റെ കബറില പച്ചമണ്ണ് ഉണങ്ങുന്നതിന് മുമ്പ് ഇങ്ങനെ, എനിക്ക് തോന്നുന്നില്ല ശരിയാണെന്ന്, പക്ഷെ പറയാതിരിക്കാൻ കഴിയില്ല. നമ്മുടെ നാട്ടിൽ ഈ ഒരാഴ്ചക്ക് 5 പെൺകുട്ടികളുടെ അടുത്താണ് ഈ ഒരാഴ്ചക്കുള്ളിൽ നമ്മുടെ അടുത്ത് മരിച്ചത്. നിങ്ങൾ ആ കുട്ടിയുടെ ആ സംസാരം ഒന്ന് കേട്ടു നോക്ക്. എനിക്ക് വിഷമമുണ്ട്. അത് പറഞ്ഞു കൊടുത്തപ്പോ ഇങ്ങനെയാണ് പറഞ്ഞ എന്റെ ഇങ്ങനെയാണ് പറഞ്ഞിട്ടുണ്ടായിരിക്കും. ഇങ്ങനെയാണ് പറഞ്ഞത്. മോളെ നിർത്തിരുത്തിയല്ലേ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ചെയ്യരുത്. ആ കൊച്ചു പറയുന്നുണ്ട് 18 വയസ്സിന്റെ 19 വയസ്സിന്റെ പക്വതയുള്ളെങ്കിൽ ആ കൊച്ചു പറയുന്നുണ്ട്. ആ കുഞ്ഞിന്റെ അടുത്ത് എന്തെങ്കിലും തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഉമ്മ ഇങ്ങനെ അല്ല തിരുത്തേണ്ടത്, ഉമ്മി എന്നാണ്. നമ്മളൊക്കെ ഒരു സ്നേഹത്തിന്റെ ഭാഷയിൽ എന്താണ്, ആ ഒരു സ്നേഹത്തോടെ വിളിക്കുന്നതാണ് ഉമ്മി. അങ്ങനെ വിളിച്ച് സ്വന്തം ഉമ്മായെ പോലെ കാണുന്നേന്ന് പറഞ്ഞിട്ട് ആ കൊച്ചു പറയുന്നുണ്ട്. അതുപോലും ചെവിക്കെടുക്കാതെ നിങ്ങളുടെ ധാർഷ്ട്യത്തിന്റെ സംസാരം ഉണ്ടല്ലോ. പെണ്ണെന്ന് പേരുകൊണ്ടായാൽ പോരാ, പ്രസവിച്ചത് കൊണ്ട് ഉമ്മയാവത്തില്ല. നിങ്ങൾ 11.5 ലക്ഷം കിട്ടാൻ വേണ്ടി തീറ്റിപ്പോറ്റി 10-28 വയസ്സും വളർത്തി കാടിയും തീറ്റയും കൊടുത്ത് വളർത്തിയ ഒരുത്തൻ, അവൻ മഹർ കൊടുത്ത് കൊണ്ടുവന്നൊരു കുഞ്ഞിനെ കൊലക്ക് കൊടുത്തതാണ്.